നിങ്ങൾ ഈ സ്ത്രീകൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൽ നിങ്ങളെ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് പറയണം. കാരണം അവകാശങ്ങളെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചും സംസാരിക്കുന്ന ഈ കാലഘട്ടത്തില് ഇത് എന്താണ്, സമത്വമാണോ? ആക്ച്വലി ഈ സമത്വം എന്ന് പറയുന്നത് എന്താ? അത് സ്ത്രീക്ക് മാത്രം അവകാശപ്പെട്ടതാണോ അല്ല തുല്യമായിട്ടുള്ള അവകാശങ്ങളാണോ? അത് തന്നെ ഞാൻ സംസാരിക്കുന്നത് UDFന്റെ ഇലക്ഷൻ പറ്റുന്ന സമയത്ത് UDF കൊടുത്ത ഒരു വാഗ്ദാനമുണ്ട്. KSRT ബസ്സില് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ള വാഗ്ദാനം. നിങ്ങൾക്ക് ഈ സ്ത്രീകൾക്ക് ഈ സൗജന്യ യാത്രയുടെ ആവശ്യമുണ്ടോ? നിങ്ങൾ നമ്മളെ പോലുള്ള പുരുഷന്മാരും എല്ലാവരും ഒരേപോലെ തന്നെയല്ലേ? അപ്പൊ നിങ്ങൾക്ക് മാത്രം എന്തിനാണ് ഈ സൗജന്യം? ആദ്യം ഞാൻ ഈ വാഗ്ദാനം കേട്ടപ്പോ ഓക്കെ നല്ലൊരു കാര്യമാണ് എന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ നാദിറ മെഹറിന്റെ ഒരു വീഡിയോ ഒന്ന് കണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ സ്ട്രൈക്ക് ആയത്. ശരി തന്നെയല്ലേ, കേരളത്തിലെ സ്ത്രീകൾ അത്രക്ക് മോശപ്പെട്ടോന്നല്ല. അവർക്ക് രണ്ടു കാലിൽ നിൽക്കാനുള്ള കഴിവുണ്ട്, അതേപോലെ തന്നെ അവർക്ക് പഠിപ്പുണ്ട്, സ്വയം മുന്നേറാനുള്ള കഴിവുണ്ട്. അപ്പൊ അവർക്ക് എന്തിനാണ് ഈ സൗജന്യം? കേരളത്തിലെ പുരുഷന്മാരെ പോലെ തന്നെയാണ് കേരളത്തിലെ സ്ത്രീകളും. പിന്നെ എന്തിനാണ് അവരെ ഇങ്ങനെ വേർതിരിച്ച് കാണുന്നത്? നമുക്ക് എന്തായാലും ആ നാദിറ മെഹറിന്റെ ആ വീഡിയോ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. സ്ത്രീകൾക്കല്ല കൊടുക്കേണ്ടിയിരുന്നത്, ഇവിടുത്തെ പ്രായമായ മനുഷ്യർക്ക് കൊടുക്കണമായിരുന്നു, ഇല്ലെങ്കിൽ ഇവിടുത്തെ വൈകല്യമുള്ള മനുഷ്യർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണമായിരുന്നു, ഇല്ലെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷത്തിൽപ്പെട്ട പിന്നോക്കം നിൽക്കുന്ന മനുഷ്യർക്ക് കൊടുക്കണമായിരുന്നു. അല്ല സ്ത്രീകൾക്ക് കൊടുക്കുമ്പോൾ ഇവിടെ സ്ത്രീകൾ അത്യാവശ്യം പ്രിവിലേജ്ഡെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പോലും പണിയെടുക്കാനും അതിനുള്ളൊരു ലക്ഷ്യമുള്ള മനുഷ്യരാണ് ഇവിടുത്തെ സ്ത്രീകൾ. പക്ഷേ ആ ഇടത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 60 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യയാത്ര, അല്ലെങ്കിൽ 50 വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യയാത്ര, വികലാംഗർക്ക് സൗജന്യയാത്ര, ന്യൂനപക്ഷത്തിൽപ്പെട്ട ട്രാൻസ്ജെൻഡർ മനുഷ്യർക്കോ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് സൗജന്യയാത്ര. അവിടെയല്ലേ അതിന്റെ വിജയം എന്നുള്ളത്. അല്ലാതെ ഇവിടുത്തെ സ്ത്രീകൾ കഴിവില്ലാത്ത മനുഷ്യരല്ല, നോർത്ത് ഇന്ത്യയിലെ മനുഷ്യരല്ല എന്നുള്ളതും വളരെ വ്യക്തമാണ്. ഞങ്ങൾ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്, പഠിച്ച് പണിയെടുക്കാൻ കഴിവുള്ള മനുഷ്യരാണ്. ഇത് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളും വ്യക്തമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് ഞാൻ നാദിറ പറഞ്ഞു വെക്കുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റിലെ വേറൊരു സാധനം ഉണ്ട്. അതെ, നിങ്ങളെ കണ്ട തമ്പനയിലെ കണ്ട ഒരു അപരാധില്ലേ, അത് തന്നെയാണ്. നാദിറയുടെ ഈ നിരീക്ഷണം വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ സ്ത്രീകൾക്ക് അല്ല സൗജന്യ യാത്ര വേണ്ടത്. ഈ 60 വയസ്സിന് മുകളിലുള്ളവർക്ക്, ഈ ഡയാലിസിസ് പേഷ്യന്റ്, ക്യാൻസർ പേഷ്യന്റ്, അതേപോലെ ഈ വികലാംഗർ, അവർക്കൊക്കെയാണ് ഈ സൗജന്യ യാത്ര ആവശ്യമായിട്ടുള്ളതും അവർക്കാണ് ഈ സൗജന്യ യാത്ര കൊടുക്കേണ്ടതും. ഇതിനൊക്കെ നാദിറ പറഞ്ഞപ്പോ സ്ട്രൈക്ക് ആയ കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിന്റെ നാദിറയുടെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു അപരാധം ഉണ്ടല്ലോ, അതിന്റെ വീഡിയോ ഒന്ന് നമുക്ക് കാണാം. ഞാൻ സ്ത്രീയല്ലേ, എനിക്ക് സൗജന്യ യാത്ര പ്രഖ്യാപനങ്ങളുണ്ട്, അതായത് ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊക്കെ. അപ്പൊ ജാസിനെ ബസ്സിൽ കയറ്റിട്ട് ഫ്രീ ആയിട്ട് സൗജന്യ യാത്ര തരുമോ? പിന്നെ എന്താ, ഞാൻ സ്ത്രീയല്ലേ, എനിക്ക് സൗജന്യ യാത്ര വേണ്ട. പിന്നെ സൗജന്യം തന്നില്ലെങ്കിൽ ഞാൻ അവിടെ പ്രതിഷേധം ഉണ്ടാക്കും. ഞാനത് ആ ഒരു നിയമം അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ടേ ഞാൻ അടങ്ങും. ഉറപ്പാണ്. പിന്നെന്ത്, എന്നാ നമുക്ക് ബസ്സിൽ കാണാം. പിന്നെ ബസ്സിൽ കാണാം. നമുക്ക് ബസ്സിൽ എല്ലാവർക്കും കൂടി ഒരു ടൂർ പോകണം അല്ലേ അജോത്ത? എല്ലാ പെണ്ണുങ്ങൾക്കും കൂടി ഒരു ബസ്സിൽ ഞങ്ങൾ ഗവി പോകാനുള്ള ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് എല്ലാവരും കൂടി ഗവിയിലേക്ക് പോവാം. അതാകുമ്പോൾ ഗവൺമെന്റ് വണ്ടി ഉണ്ടല്ലോ, നമുക്ക് സുഖമായിട്ട് ഗവി പോയി ഇറങ്ങിക്കൂടെ പൈസ കൊടുക്കാണ്ട്. അവിടെ ട്രാൻസ്ജെൻഡർ വിഭാഗപ്പെട്ട നാദിറ വ്യക്ത നിരീക്ഷണങ്ങളിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ഇത് ഒരുമാതിരി അല്ലെങ്കിൽ ഇതൊരു ട്രാൻസ്ജെൻഡർ അല്ലല്ലോ, ആക്ച്വലി ഒരു പുരുഷനാണ്. പുരുഷൻ താടിയും മീശയും ഷേവ് ചെയ്തിട്ട് സിലിക്കോണിന്റെ ഇതും കെട്ടി വെച്ചിട്ട് ഞാൻ സ്ത്രീയാണെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റും? കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ മന്ദബുദ്ധി എന്നും വിളിക്കാൻ. ഇതിനോടൊന്നും പ്രതികരിക്കാൻ നിൽക്കരുത് എന്നാണ് എന്റെ ഒരു വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട്. ഇവിടൊന്നും സംസാരിക്കാൻ കഴിയില്ല ഇതിനോടൊക്കെ. ഇനി കേരളത്തില് KSRTCയില് ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നത് പ്രാവർത്തികമാക്കാൻ പറ്റൂ? തമിഴ്നാട്ടിലെയും കർണാടകത്തിന്റെയും ഈ മാതൃക സ്വീകരിച്ചുകൊണ്ടാണ് UDF ഇങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തത് കേരളത്തിലെ സ്ത്രീകൾക്ക്. അത് പ്രാവർത്തികമാണെങ്കിൽ അതിന് വ്യക്ത ഒരു പഠനം ആവശ്യമുണ്ട്. അല്ലാണ്ട് കണ്ട പോലെ തോന്നിയതുപോലെ ആ KSRTCയിലെ സ്ത്രീകൾക്ക് സൗജന്യം, കേരളത്തിലെ സ്ത്രീകൾക്കൊക്കെ KSRTC സൗജന്യം യാത്ര ചെയ്യാന്ന് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു പഠനം നടത്തണ്ടേ? ഇതുവരെ എന്തെങ്കിലുമായിട്ട് അവരൊരു പഠനം നടത്തിയിട്ടുണ്ടോ? KSRTC ഇപ്പോൾ തന്നെ കടബാധ്യതയും പ്രവർത്തന ചെലവും കൂടി തന്നെ ആകെ ഒരു കട്ടപ്പുറത്തുള്ള സ്ഥിതിയാണ്. കുറച്ചെങ്കിലും ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഈ ലാസ്റ്റ് കാലഘട്ടത്തിൽ. ഗണേഷ് കുമാറിന്റെ അവസാനത്തെ കാലഘട്ടത്തിൽ ഒരു കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതേ കടബാധ്യതയും ആ പ്രവർത്തന ചെലവും ഇപ്പോഴും KSRTCക്ക് ഉണ്ട്. ഇപ്പോ സ്ത്രീകൾക്ക് ആ സൗജന്യ യാത്ര കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സ്ത്രീകളുടെ യാത്രകളുടെ എണ്ണം കൂടും അല്ലെ? നമ്മ ചിലപ്പം എവിടെയെങ്കിലും സ്ത്രീകൾ പോകാൻ വിചാരിച്ചില്ലെങ്കിൽ വേണ്ടപ്പാ എന്ന് വിചാരിക്കും. ഫ്രീ ആണെങ്കിൽ ഓക്കെ, ഫ്രീ അല്ല, നമുക്കൊന്ന് പോയിട്ട് വരാം എന്നുള്ള ഒരു ചിന്ത ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന സംഭവം തന്നെയാണ്. അത് വരികയും ചെയ്യും. അപ്പൊ യാത്രക്കാരുടെ എണ്ണം കൂടും. ടിക്കറ്റിന്റെ വില ലഭിക്കാതെയും വരും. അതിലുണ്ടാവുന്ന നഷ്ടം സർക്കാർ നേരിട്ട് നികത്തണം. തമിഴ്നാട്ടിലെ സർക്കാർ ഈ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് ഈ ടിക്കറ്റ് വരുമാനം ഇല്ലാത്തതുകൊണ്ട് ഒരു നേരിട്ട് സബ്സിഡി കൊടുക്കുന്നുണ്ട്.
ഓരോ ഫ്രീ യാത്രയും കണക്കാക്കിക്കൊണ്ട് സർക്കാർ പിന്നീട് ആ തുക തിരിച്ചു നൽകും ഈ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്. അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ ഒരു സംസ്ഥാനത്തിന്റെ ബജറ്റ് ഈ ട്രാൻസ്പോർട്ടിന്, ഈ തമിഴ്നാട് ട്രാൻസ്പോർട്ടിന് ഒരു സംസ്ഥാനത്തിന്റെ ഒരു വലിയ ബജറ്റ് തന്നെ ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്ടിലെ എല്ലാ ബസ്സുകളിലും ഈ ഫ്രീ യാത്രയില്ല കേട്ടോ. ഓർഡിനറി ബസ്സുകളിൽ മാത്രമേ ഉള്ളൂ ഇത്ര കിലോമീറ്ററിന്റെ അകത്ത് ഈ സിറ്റിക്കകത്ത് അങ്ങനെയുള്ള മാത്രമേ ഫ്രീ യാത്രകളുള്ളൂ. അല്ലാതെ നമുക്ക് AC-ന്റെ ഗവൺമെന്റ് ബസ്സിലോ ട്രാൻസ്പോർട്ട് ബസ്സൊന്നും യാത്ര ചെയ്യാൻ, AC സ്ലീപ്പർ അങ്ങനൊന്നും നമുക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. പിന്നെ കുറെ ദൂരമൊന്നും യാത്ര ചെയ്യാൻ കഴിയില്ല. ആ ലോക്കലില് ഓർഡിനറി ബസ്സുകൾക്ക് മാത്രമേ ഈ ഫ്രീ സൗകര്യമുള്ളൂ. പിന്നെ വരാൻ പോകുന്ന പ്രശ്നം എന്ന് വെച്ചാല് കേരളത്തില് പിന്നെ പ്രൈവറ്റ് ബസ്സുകൾക്ക് വളരെയധികം ഒരു സ്വാധീനമുണ്ട്. അതുപോലെയല്ല തമിഴ്നാടും കർണാടക എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ഒരു 70% വരുന്നത് ഗവൺമെന്റ് ബസ്സുകളാണ്. അതിന് 30% മാത്രമേ ഉള്ളൂ ഈ പ്രൈവറ്റ് ബസ്സുകൾ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ 70% പ്രൈവറ്റ് ബസ്സും 30% ഈ KSRTC ബസ്സുകളുമാണ്. ഈ നിയമം വരുന്നതോടെ സ്വകാര്യ ബസ്സുകളുടെ പ്രവർത്തനം താറുമാറാകും. കേരളത്തിലെ ബസ് യാത്രക്കാരിൽ 70%ഉം യാത്ര ചെയ്യുന്നത് സ്ത്രീകളാണ്. ഇവരൊക്കെ KSRTCയിലേക്ക് പോകും. പ്രൈവറ്റ് ബസ്സിനെ അവോയ്ഡ് ചെയ്തിട്ട് ഇവരൊക്കെ KSRTCയിൽ പോകും. അപ്പോൾ ഭയങ്കര തിക്കും തിരക്കും നമുക്ക് അനുഭവപ്പെടും. അതേസമയം തന്നെ സ്വകാര്യ ബസ്സുകൾക്ക് വരുമാനം തീരെ ഉണ്ടാവില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കേരളം കാണാൻ പോകുന്നത് ഈ സ്വകാര്യ ബസ്സുകാരുടെ ഒരു സമരം നമ്മുടെ കേരളത്തിൽ എന്തായാലും കാണും. ഇത് നിങ്ങൾ എഴുതി വെച്ചോ. ഈ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് സ്വകാര്യ ബസ്സുകാരുടെ വരുമാനം ഓട്ടോമാറ്റിക് ആയിട്ട് കുറയും. അതിനെതിരെ സ്വകാര്യ ബസ്സുകൾ നമ്മുടെ കേരളത്തിൽ എന്തായാലും സമരം നടത്തും. ഇപ്പൊ തന്നെ അതിന്റെ ചെറിയൊരു സൂചന നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല ആരാ നടത്തിയെന്നൊക്കെ. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. KSRTC ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര നൽകുക എന്നത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി അത്തരം വാഗ്ദാനങ്ങളൊക്കെ നൽകുമെങ്കിലും അത് നമ്മുടെ നാട്ടിലെ നിലവിൽ ബസ് വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ എത്തരത്തിൽ ബാധിക്കുമെന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ച നടത്താതെ ഗവൺമെന്റ് ഏകപക്ഷീയമായി വനിതകൾക്ക് സൗജന്യം ഏർപ്പെടുത്താനുള്ള നടപടി നമ്മുടെ നാട്ടിലെ പൊതുഗതാഗത സംവിധാനം തകർന്ന് തരിപ്പണമാവാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുക. കേട്ടല്ലോ. അപ്പൊ നമ്മളൊരു വാഗ്ദാനം കൊടുക്കുമ്പോ അത് ഇത് ഗവൺമെന്റ് ആയിക്കോട്ടെ, ഏത് പാർട്ടി ആയിക്കോട്ടെ, ഒരു വാഗ്ദാനം കൊടുക്കുമ്പോ അതിനെക്കുറിച്ചുള്ള കൃത്യമായ പഠനം നടത്തിയിട്ട് അതിന്റെ ബന്ധപ്പെട്ടവരുമായിട്ട് കൃത്യമായിട്ട് ചർച്ച നടത്തിയിട്ട് വേണം ആ വാഗ്ദാനം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല, വാഗ്ദാനങ്ങളായിട്ട് മാത്രം നിൽക്കുന്നതാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് UDF-ന്റെ വാഗ്ദാനത്തെ കുറിച്ചാണ്. കാരണം ഒരു തിളക്കമാർന്ന വിജയമാണ് നിങ്ങൾക്കൊക്കെ കിട്ടിയത്, UDF-ന് കിട്ടിയത്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും നല്ലൊരു വാഗ്ദാനമായിട്ടാണ് സ്ത്രീകളുടെ സൗജന്യ യാത്രയെ ചർച്ചയിൽ വരുന്നത്. അപ്പോ അത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾ ചില മാറ്റങ്ങൾ വരുത്താം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് അല്ലാതെ ചിലപ്പോൾ വിദ്യാർത്ഥിനികൾ ഇപ്പൊ കൺസെഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വികലാംഗർക്ക്, അതേപോലെ ഡയാലിസിസ് പേഷ്യൻസ്, ക്യാൻസർ പേഷ്യൻസ്, അതുപോലെ തന്നെ വയസ്സായവര്, 60 വയസ്സിന് മുകളിലുള്ളവർക്ക്, അങ്ങനെയുള്ള യാത്രക്കാരുടെ എണ്ണം ചിലപ്പോൾ വളരെ കുറവായിരിക്കാം കേരളത്തില്. അതുകൊണ്ട് അത് പ്രാബല്യത്തിൽ വരുത്തുന്നതാണ് കൂടുതൽ നല്ലത്. ഇതുകൊണ്ട് സ്ത്രീകൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവുന്ന പാടില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യാം. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും നമ്മളൊരു സമത്വം തന്നെയല്ല, സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അത് നിങ്ങൾക്ക് മാത്രമായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. പിന്നെ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്ന പറയുമ്പോൾ നിങ്ങൾക്കൊന്നും കഴിവില്ലാത്തതുകൊണ്ട് കൊടുക്കുന്ന പോലെയാണ് എനിക്കൊക്കെ ഫീൽ ആവുന്നത്. പക്ഷെ അങ്ങനെയല്ല, എല്ലാവരും ഒരുപോലെ തന്നെ. നിങ്ങൾക്കും പുരുഷന്മാരെ പോലെ തന്നെയാണ്. നിങ്ങൾക്ക് അതിൻ്റെതായ കഴിവുകളുണ്ട്. നിങ്ങൾക്ക് രണ്ടു കാലം നിൽക്കാനുള്ള കഴിവുണ്ട്. സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. എല്ലാ കഴിവുകളും നിങ്ങൾക്കുണ്ട്. അപ്പോ പുരുഷനോ സ്ത്രീയോ എന്നോ വ്യത്യാസമില്ല. പക്ഷെ ഇങ്ങനെയുള്ളവർ, വയസ്സായവർക്കും അതേപോലെ തന്നെ വികലാംഗര്, ഈ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ആ ഒരു ഇതല്ല, അവർക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം, എല്ലാം ഉണ്ടാകാം. അപ്പൊ അവർക്കാണ് ഈ സൗജന്യ യാത്ര കൊടുക്കുന്നതിൽ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.